നോമ്പ് 4-ാം വ്യാഴം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കുഷ്ഠരോഗിയെ ശുദ്ധമാകുന്നു. എത്ര സുന്ദരനായാലും കുഷ്ഠം ബാധിച്ചാൽ കാലാന്തരത്തിൽ അവൻ വിരൂപനായി മാറും. ഒരിക്കൽ പിടിപെട്ടാൽ പിന്നെ മാറാത്ത രോഗം, പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പടരുന്ന രോഗം. അതിനാൽ കർശനമായ ക്വാറന്റീനാണ് ഇവർക്ക് വിധിക്കപ്പെട്ടിരുന്നത്. ബാഹ്യമോടി നോക്കി മനുഷ്യൻ ഒരുവനെ വിധിക്കുമ്പോൾ ഉള്ളങ്ങൾ തിരിച്ചറിഞ്ഞ് അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. ഒരുവന്റെ പാപത്തിന്റെ പ്രതിഫലമാണ് കുഷ്ഠമെന്ന് വിധിയെഴുതിയ കാലഘട്ടത്തിൽ അവനെ സൗഖ്യപ്പെടുത്തുന്നതിനു പകരം നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറയുന്ന യേശു ലോകത്തിന്റെ സങ്കുചിത അവബോധത്തെയാണ് തിരുത്തുന്നത്. പാവപ്പെട്ടവരോടും ദരിദ്രരോടും സുവിശേഷം പ്രഘോഷിക്കുകയും അവരെ സ്വതന്ത്രരാക്കുകയും മോചിപ്പിക്കുകയും ചെയ്യുന്ന ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം ദൈവരാജ്യ പ്രഘോഷണമാണ്. പാപികളെയും ദുഃഖിതരെയും പീഡിതരെയും തോളിലേറ്റുന്ന ഈ പ്രവർത്തനം. എന്നാൽ ഇതാരോടും പറയരുതെന്ന് കർശനമായി വിലക്കുന്നതിന് അവന്റെ ജീവിത ദൗത്യം ശാരീരിക സൗഖ്യമല്ല, ആന്തരിക സൗഖ്യമാണെന്ന ഉദ്ഘോഷണമാണ്. സുവിശേഷ പ്രഘോഷണ കേന്ദ്രങ്ങളിലും കൺവെൻഷൻ യോഗങ്ങളിലും ആന്തരിക സൗഖ്യത്തേക്കാൾ ശാരീരിക സൗഖ്യത്തിന് പ്രാധാന്യം നൽകപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പുനർവിചിന്തനത്തിന് നാം തയ്യാറാകേണ്ടതാണ്.